അച്ഛനെ ഓർമ്മയുണ്ടോ? എന്താടാ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? എന്തിനാ ഗിഫ്റ്റ് ഗിഫ്റ്റ് അതൊക്കെ പിന്നെ നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ചോദിച്ചു, എനിക്കറിയാവുന്ന ചോദിച്ചു. ഓക്കെ. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. കള്ളത്തരം. കള്ളത്തരോ? അല്ല, അന്തസ്സായിട്ട് കൂലിപ്പണി എടുക്കുന്ന ഒരുത്തൻ കള്ളത്തരം ചെയ്യില്ല. റൈറ്റ് ആൻസർ ആണ്. എനിക്ക് മറ്റേ ഗിഫ്റ്റ് തന്നേ മതിയാവും. അതല്ല, നമ്മളിപ്പം ക്വസ്റ്റ്യൻസിൽ പറഞ്ഞതിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് വേണം പറയാം. എന്തെന്നാണ് ചോദിച്ചത്? ചോദിക്കാം. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. 2 അക്ഷരം മുമ്പ് ചേർത്താൽ മതി. 2 അക്ഷരം മുമ്പ് ചേർത്തത്. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. എട്ടിന്റെ പണിയാണ്. വിപണി. വിപണിയാണ്. പട്ടി കുരക്കുന്ന എന്തുകൊണ്ട്? പട്ടി കുരക്കുന്ന എന്തുകൊണ്ട്? കുരക്കാൻ വായുണ്ട്. അതന്നെ. അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ആൻസറൊക്കെ ചോദിക്കണം കേട്ടോ. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. ചവിട്ടിയ പാത്രവും കഥാപാത്രം. കഥാപാത്രം അല്ല, വേറെ. ചവിട്ടിയ പാത്രം. ചവിട്ടിയത്. ചവിട്ടിയത് ഗർഭപാത്രം. അതന്നെ. പിന്നല്ല. പിന്നെ ഒരിക്കലും പറക്കാത്ത കാക്ക. കാക്കേ. ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും പറക്കാത്ത കാക്ക. അതെ, കാക്ക. ഇക്കാക്ക കറക്റ്റ് ആൻസർ കേട്ടാ. ഞാൻ എപ്പോഴും വരും, പക്ഷേ ചേട്ടനോട് മാത്രം ചോദിക്കാറില്ല. അപ്പൊ നമ്മളെ ചേട്ടനോട് ചോദിച്ചാണ്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? പ്രശാന്ത്. അപ്പൊ ചേട്ടൻ ഇവിടെ പടം വരയ്ക്കാട്ടോ. നമ്മുടെ മലയാളം കൊച്ചിങ് ഡ്രോയിങ് ബ്രോ കൊച്ചി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ അതേ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ മറ്റേ മറൈൻ ഡ്രൈവിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ്റെ അടുത്തേക്ക് കിടിലം പടം കാര്യങ്ങളൊക്കെ വരച്ചു അതേ കണ്ട താഴ്ച കണ്ട ഇഷ്ടം പോലെ ആൾക്കാരെ പടം കാര്യങ്ങളൊക്കെ കിടിലായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്രൗണിയാണ്. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം എപ്പോഴും വരണ്ടല്ലോ, എല്ലാ ഞായറാഴ്ച വരണ്ടല്ലോ. ഓക്കെ. ഓക്കെ.